ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. എത്ര കഴിച്ചാലും മടുക്കാത്ത, ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി തോന്നുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു ചെറിയ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് അരമുറി തേങ്ങ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഇനി നല്ല പോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. തേങ്ങ ഇതുപോലെ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ചിരകിയ തേങ്ങ എടുക്കാവുന്നതാണ്. ക്യാരറ്റ് മാത്രം മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും തേങ്ങയും കൂടെ മാറ്റി വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദക്ക് പകരം ഗോതമ്പ് പൊടിയിൽ ചെയ്താൽ മതി എന്നുള്ളവർക്ക് ഗോതമ്പ് പൊടി എടുത്ത് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 150 ഗ്രാം ശർക്കര ഇതുപോലെ 250 ml കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് വെള്ളം വെച്ചിട്ട് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഈ ഒരു നനവ് മതിയോ നോക്കിയതിന് ശേഷം മാത്രം പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ഈ മാവ് ഒരുപാട് അങ്ങ് ലൂസായി പോവരുത്. നമ്മുടെ ചപ്പാത്തിയുടെയൊക്കെ ആ ഒരു പരുവത്തിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പം ഞാനിതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതെൻ്റെ കറക്റ്റ് പരുവായിട്ടുണ്ട്. ഞാനിവിടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന നേരത്ത് കുറച്ച് വെള്ളം തടവിയിട്ടാണ് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ എളുപ്പമായിട്ട് കിട്ടും. അപ്പോൾ ഞാനിതാ നല്ല പോലെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ മാവൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ ബട്ടറോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു തേങ്ങ ക്യാരറ്റ് മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കൈവിടാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എങ്കിലേ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഏലക്ക തല്ലിയിടുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുകയോ ചെയ്യാം. പിന്നെ ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള പലഹാരം ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു പഞ്ചസാരയുമായിട്ട് ഇതെല്ലാം നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കും കിട്ടുന്നത്. ഇങ്ങനെ ആകുമ്പോൾ അത് നന്നായിട്ട് വെന്തു എന്നാണ്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നേരത്തെ കുഴച്ച് വെച്ചിരുന്ന ആ ഒരു മാവ് എടുത്ത് ഇതുപോലൊരു ബോളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അത് രണ്ടാക്കിയിട്ട് ഇതുപോലൊരു ബോൾ ഷേപ്പിലാക്കി മാറ്റുന്നുണ്ട്. ഇങ്ങനെ നന്നായിട്ട് ഉരുട്ടിയെടുത്ത ശേഷം ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് പരത്തി കൊടുക്കാം. കൈ വെച്ച് തന്നെ അതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ഒരുപാട് നൈസ് ആക്കരുത്, കുറച്ച് കട്ടി വേണം. ഇതുപോലെ ഞാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു ഫില്ലിങ്സിൻ്റെ കൂട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒതുക്കിയെടുക്കണം. ഈ ഒരു ഫില്ലിങ്സ് ഒന്നും പൊട്ടി പുറത്ത് പോവാത്ത രീതിയിൽ നന്നായിട്ട് ഒതുക്കിയെടുക്കണം. ഞാനിപ്പോൾ ഒരെണ്ണം ഇതേ ഷേപ്പിൽ റെഡിയാക്കി എടുത്തു. ഇനി ഇതുപോലെ തന്നെ അടുത്തതും കൂടെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ ഈ ഒരു മാവും കൂടെ ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ഒരു ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇനി ഇതും നല്ല പോലെ ഒന്ന് ഒതുക്കിയെടുക്കാം. ഒട്ടും തന്നെ ഫില്ലിങ്സ് ഒന്നും പുറത്തു പോവാത്ത രീതിയിൽ നന്നായിട്ട് ഒതുക്കിയെടുക്കണം. ഇത് ആവിയിൽ വേവിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് പൊട്ടിപ്പോവാതെ സൂക്ഷിക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 മാവിലും നല്ല പോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുള്ളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലൊരു റിങ് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഇടിയപ്പത്തിൻ്റെ ഈ ഒരു ഹോളുള്ള തട്ടിൽ ഈ ഒരു 2 മാവും വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ അടപ്പ് വെച്ച് അടച്ചു കൊടുത്ത് വേവിക്കുന്നുണ്ട്. ഒരു 30 മിനിറ്റ് സമയമാകുമ്പോഴേക്ക് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇത് എണ്ണയിലൊന്നും പൊരിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് റെഡിയായി കിട്ടി. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കിതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. വീട്ടിൽ സ്ഥിരമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഇത് രണ്ടും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഷേപ്പിലൊക്കെ ഇത് കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ്. ഞാൻ ഇതിൽ നിന്ന് ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്തെടുത്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.